മൽ ഹിക്മത്തു ഫി ഖത്തിഹി സലാസ മർറാത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഗാറ് ഹിറയിൽ ആദ്യമായുള്ള കൂടിക്കാഴ്ച, ഇഖ്റാ ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ് എന്ന കൂടിക്കാഴ്ച, അതിറങ്ങിയ ആ ഫസ്റ്റ് അറ്റംഷൻ, അതിലെന്ത് സംഭവിച്ചു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്ത് ചെയ്തു? കെട്ടി അങ്ങനെ അണച്ചു. ഒന്നല്ല 3 പ്രാവശ്യം അത് ചെയ്തു. എന്താണ് അതിലുള്ള തന്ത്രം? അങ്ങനെ ചെയ്തതിലുള്ള ആ ഒരു രഹസ്യം എന്താണ്? ഖുൽതു ഐനി റഹ്മത്തുള്ളാഹി തആല അലൈഹി പറയാണ്, ലി യലൂറ ഫി ദാലിക ഷിദ്ദത്തിൻ വൽ ഇജ്തിഹാദി ഫിൽ ഉമൂർ. ലി യലൂറ ഫി ദാലിക അഷിദ്ദത്തു വൽ ഇജ്തിഹാദു ഫിൽ ഉമൂർ. അഷിദ്ദത്തു വൽ ഇജ്തിഹാദു എന്നുള്ളത് ലിയലൂറയുടെ ഫയലായിട്ട്. ആ കെട്ടി അണക്കലിൽ എന്താണ്? കാര്യങ്ങൾ നിർവഹിച്ചു പോകുന്നതിൽ എന്താണ് ഉണ്ടാകുന്ന കടുപ്പവും അത്യധികമായ പരിശ്രമവും അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് സന്നിവേശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അത്തരത്തിലൂടെ ആദ്യത്തെ വഹീൻ്റെ പ്രവാഹം പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് നടത്തിയത്. അപ്പോൾ ലോകത്തിൻ്റെ ചക്രവർത്തിയായി, അംബിയാ മുർസലീങ്ങളുടെ സയ്യിദായി, ഹാത്തിമുൻ അംബിയ ആയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരഞ്ഞെടുക്കപ്പെട്ടതിൻ്റെ ഫസ്റ്റ് അടയാളമാണെന്ത്? ഇത് വഹയ്യ്. പക്ഷെ അത് കിട്ടിയതിന് ശേഷം നീ വല്ല സിംഹാസനത്തിന് കയറിയിരുന്ന് ഇങ്ങനെ എല്ലാവരെയും പരിച്ചളയാ, മനസ്സിലായില്ലേ? അപ്പം എന്താണ് നമ്മെ അടക്കമുള്ള അഹ്ലുൽ ഇൽമ, അഹ്ലുദ്ദീൻ എന്താണ് എപ്പോഴും അതിൻ്റേതായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഏറ്റെടുത്തുകൊണ്ടാണ് ദീനിനെ എന്ത് ചെയ്യുന്നത്? ഇഖ്തിദാം ചെയ്ത് മുന്നോട്ട്. ഇൻ തൻസുറുനി അൻസുറുക്കും എന്ന് അല്ലാഹു തആല പറഞ്ഞു. നിങ്ങൾ എന്നെ സഹായിച്ചാൽ ഞാൻ നിങ്ങളെ സഹായിക്കാം. എന്തിനാ അള്ളാഹുവിന് നമ്മുടെ സഹായം? ഒരു സഹായം അള്ളാഹു തആല അനിയുൻ അനിൽ ആലമീൻ, സർവ്വലോകത്തെ തൊട്ട് അള്ളാഹു തആല എന്താണ്? ഐശ്വര്യ സമ്പൂർണ്ണനാണ്. പക്ഷെ അള്ളാഹുവിൻ്റെ നയനിലപാട് ആ വിഷയത്തിൽ അതാണ്. മനസ്സിലായ? നമ്മിൽ നിന്നും അള്ളാഹുവിന് ദീനിനെ ഖിവാമ് കൊടുക്കുന്ന, ദീനിന് വളർച്ച കൊടുക്കുന്ന, ഉയർച്ച കൊടുക്കുന്ന പ്രവർത്തനങ്ങൾ നിരന്തരം അതിലേൽക്കുന്ന പ്രയാസങ്ങളും വിഷമങ്ങളും ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ നിലനിർത്തിക്കൊണ്ട് പോകണം. അങ്ങനെ നമ്മൾ നിലനിൽക്കുമ്പോൾ എന്ത് ചെയ്യും? നമുക്ക് അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാകും. എറണാകുളം ജില്ലയുടെ അത്രേ ഉള്ളൂ, ഞാൻ പറഞ്ഞതിന് മുമ്പ് ഗസ എന്ന് പറഞ്ഞ സ്ഥലത്ത് മനസ്സിലായില്ല, എത്രയോ രാജ്യങ്ങളാണ് അവിടെ അമർത്തിയാൻ നോക്കുന്നത്, സാധിക്കണില്ല. ഇതെങ്ങനെ ഇവർക്ക് പിടിച്ചെടുക്കാൻ പറ്റണമെന്നോ അതിനെപ്പറ്റി ഇത് എന്താണ് പരിശോധിച്ചിട്ട് അന്വേഷിച്ച് 70,000-ൽ പരം ആൾക്കാർ യൂറോപ്പിൽ എന്തായി കഴിഞ്ഞു? മുസ്ലിമായി കഴിഞ്ഞു. ഇസ്ലാം എന്ന ലേറ്റസ്റ്റ് തിയറിയുടെ ആ പവർ അവർ മനസ്സിലാക്കി. അവിടെ നിന്ന് മനസ്സിലാക്കി, ഗസയിൽ നിന്ന് മനസ്സിലാക്കി, പാവപ്പെട്ട കുഞ്ഞുങ്ങളുടെ മൃതശരീരങ്ങളിൽ നിന്ന് അവർ മനസ്സിലാക്കി, അവരുടെ വൈത്താരുകളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന അതിഗഹനമായ വാക്കുകൾ. മനസ്സിലായില്ലേ? എന്താണ് ഞങ്ങളെ നയിക്കുന്ന വിശ്വാസത്തിൻ്റെ ദാർഢ്യവും ശക്തിയും. അങ്ങനെ ഒരു മനസ്സിലാക്കി. അപ്പം അങ്ങനെ ഇജ്തിഹാദും ശിദ്ദത്തും എന്താണ്? കാര്യങ്ങൾ എന്താ? ദീനിൻ്റെ ദഅവത്തിൻ്റെ രംഗത്ത് അങ്ങ് നിൽക്കുമ്പോൾ, അങ്ങ് പ്രവർത്തിക്കുമ്പോൾ അങ്ങക്ക് കടുപ്പവും പ്രയാസവും ബുദ്ധിമുട്ടും അനുഭവിക്കേണ്ടതായി വരുമെന്നുള്ള ബോധ്യം പ്രാക്ടിക്കലായി. മനസ്സിലായില്ലേ? അപ്പം ഞാൻ നിങ്ങളിത് പറഞ്ഞു തരുക, ഞാൻ കാണിച്ചു തന്നില്ലല്ലോ. നമ്മൾ മദ്രസകളിലും കോളേജിലും പറഞ്ഞു കൊടുക്കുന്ന ഇൽമു വരെ, അറിയുന്ന ഇൽമു വരെ. നമുക്ക് നോമ്പല്ലാവത്താൻ നിർബന്ധമാക്കി എന്താണ്? വിശപ്പ് എന്താണെന്ന് നമ്മൾ അറിയാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായില്ലേ? അപ്പോൾ വയറ് എപ്പോഴും നിറഞ്ഞിരിക്കുന്ന നമ്മളാണെങ്കിൽ എനിക്ക് വിശക്കണം എന്നുള്ള കൈ നീട്ടുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന അർത്ഥം. നമ്മൾ വിശന്ന് കിടന്നിട്ടുള്ള ആളാണെങ്കിൽ വിശക്കുന്നു എന്ന് അവൻ പറയുമ്പോൾ എന്ത് ചെയ്യും? മനസ്സലിവുള്ള മനുഷ്യരാണെങ്കിൽ എന്ത് ചെയ്യും? എടുത്തൊരു 2 അപ്പം കഴിക്കാനുള്ള പൈസയെങ്കിലും എന്ത് ചെയ്യാന്നിട്ട് കൈ കൊടുക്കും. 10 രൂപ എടുത്ത് 2 അപ്പം വാങ്ങിച്ച് ഒരു വെള്ളം വാങ്ങിച്ച് കുടിക്കുക, വിശപ്പ് കൊടുക്കും. മനസ്സിലായി? അപ്പോൾ കാര്യങ്ങളിലുള്ള കടുപ്പം മനസ്സിലാക്കുന്നത്. വാ യഹുദൽ കിതാബ, ശുദ്ധ ഖുർആനിനെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിടിക്കാൻ, സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ബി കുവ്വത്തിൻ, എന്തോടെ? ശക്തിയോടുകൂടെ. മനസ്സിലായില്ലേ? വളരെ ശക്തി പ്രയോഗിച്ചുകൊണ്ട് തന്നെ അതിനെ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകും. പിന്നെ വയത്തുറുക്കൽ അനാത്ത, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലസത, മടി. മനസ്സിലായില്ലേ? പിന്നെന്താണ്? ഉദാസീനത എന്നൊക്കെ പറയില്ലേ? ഈ വക പ്രവണതകളെല്ലാം മനുഷ്യ സഹജമായിട്ട് മനുഷ്യർക്ക് ഉണ്ടാകുന്ന ഓരോ വിഷയങ്ങളാണത്. മനുഷ്യരിൽപ്പെട്ട ആളാണ് ആരും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പറ്റില്ല. ജഅഫർ ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു പുതുമണവാളനായിട്ട് മണിയറയിലേക്ക് കയറി കിടക്കുകയാണ്. ഫസ്റ്റ് നൈറ്റാണ്, വാലിന് മുട്ട്.
ബഷിർ ഇലൽ ജിഹാദ്. നിങ്ങൾ വേണം ഒരു ജിഹാദിന് വിളംബരം ചെയ്യപ്പെട്ടിട്ടുണ്ട്, നിങ്ങളെ ക്ഷണിച്ചിട്ടുണ്ട്. എനിക്കാണ് മണവാട്ടിയുടെ സലാം പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ ഷഹീദാവും. മനസ്സിലായാലോ പറഞ്ഞത്? അപ്പം നമ്മുടെ രസങ്ങളും സുഖങ്ങളും അനന്തമായി അനർഹമായി അള്ളാഹു താല ഒരുക്കി വെച്ചിരിക്കുന്ന എവിടെയാണ്? അത് ആഖിറത്തിലാണ്. മനസ്സിലായില്ല? ഇത് മുസ്ലിമിന് ചിന്തിക്കുന്നതാണ്. നമ്മുടെ ദുനിയാവിലുള്ള ഈ വളരെ നൈമിഷികമായ ജീവിതത്തിൽ വലിയ സുഖവും സന്തോഷവും ആനന്ദവും നമുക്ക് തന്നേക്കാം എന്നാണ് അള്ളാഹുവിൻ്റെ ഇറാത്തിലുള്ളെങ്കിൽ നമ്മളെ വല്ല സ്വിറ്റ്സർലൻഡിലോ അല്ല സാൻ ഫ്രാൻസിസ്കോയിലൊക്കെ ജനിപ്പിച്ച് എന്ത് ചെയ്യാം? വല്ല ആ രീതിയിൽ നമ്മൾ ജയിപ്പിച്ചു. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം റബ്ബ് താലയുടെ തീരുമാനം എന്ന് വെച്ചാൽ ഇവിടെ കുറച്ച് പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുണ്ടാവും, ആകൃതി ചെല്ലുമ്പോൾ അന്തം വിട്ടുപോയി. മനസ്സിലായില്ലേ? അവിടുത്തെ അള്ളാഹു താല അവൻ ഒരുക്കി വെച്ചിരിക്കുന്നു. അങ്ങനെയല്ല പറയണേ. അത് തന്നെയാണ് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും കഴിയാത്ത സുഖസൗകര്യങ്ങളെ കൊണ്ട് അനന്തമായത് അവസാനിക്കുന്നില്ല. മനസ്സിലായില്ലേ? അങ്ങനെയുള്ള സുഖസൗകര്യങ്ങൾ അള്ളാഹു താല സ്വർഗത്തിൽ നിന്നാണ് തയ്യാറാക്കി ഒരുക്കി വെച്ചിരിക്കുകയാണ്. അല്ലേ പറഞ്ഞു? ഇപ്പോൾ റമദാൻ വരുമ്പോൾ റമദാനിന് മുന്നോടിയായിട്ട് ഒരു വർഷം മുന്നേ ആരംഭിക്കും. എന്താണ്? ഇപ്പോൾ ഒരു റമദാൻ കഴിഞ്ഞല്ലോ, ഇപ്പോൾ ആരംഭിച്ചത് അടുത്ത റമദാനിലേക്ക് സ്വർഗത്തിൻ്റെ അലങ്കാരപ്പണികൾ. മനസ്സിലായോ? അങ്ങനെ അതിലേക്കുള്ള യാത്രയാണ് നമ്മുടേത്. അപ്പോൾ അതുകൊണ്ട് കിതാബിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്താണ് ശക്തിയോടും അതുപോലെ തന്നെ അലസത വെടിഞ്ഞും എന്താണ് പിടിക്കുക എന്നുള്ള ഒരു ദൈവത്താണ്. അപ്പോൾ ഇന്നഹു അംറുൻ ലൈസ ബിൽ ഹവീന. ഇതെന്താണ്? ഇതൊരു കാര്യമാണ്. ഇത് നിസ്സാര കാര്യമല്ല. ഇത് നിസ്സാര കാര്യമല്ല. ഇത് ലളിതമായി എളുപ്പമായിട്ട് പുട്ടും പയറും കഴിക്കുന്ന പോലെ പോത്തിറച്ചിയും എന്താണ് അപ്പോൾ ഉദയത്തിൻ്റെ കഴിച്ചില്ല എല്ലാവരും കഴിക്കണ പോലെ എളുപ്പമുള്ള കാര്യമല്ല. മനസ്സിലായില്ല? അതിന് അതിൻ്റേതായ പ്രയാസങ്ങളുണ്ട്. ഇപ്പം കററഹു സലാസൻ 3 പ്രാവശ്യം ജുനൈദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് ആവർത്തിച്ച് അണച്ചു. ആരെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുബാലഗത്തൻ ഫി തസബ്ബുത്തി. ഇതിൽ അടിയുറച്ച് നിൽക്കുക. മനസ്സിലായില്ലേ? അടിയുറച്ച് നിൽക്കുക. രക്തം ഈർന്നിറങ്ങി മുഖത്തുനിന്ന് ഈർന്നിറങ്ങി നിലത്തേക്ക് പതിക്കാൻ പോയി. അപ്പോൾ ആര് തടഞ്ഞു? ജുനൈദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് കയ്യിൽ ചെയ്ത് രക്തം എടുത്തു. ആ രക്തം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് രക്തം ചെയ്ത് കയ്യിൽ സ്വീകരിച്ചു. എന്നിട്ട് ആ കയ്യിൽ സ്വീകരിച്ചെന്തിനാ? പ്രവാചകരുടെ രക്തം ഭൂമിയിൽ വീണാൽ അത് പ്രശ്നമാണ്. മനസ്സിലായില്ലേ? എന്നിട്ട് ജിബ്രീൽ അടക്കമുള്ള മലക്കുകൾ വന്നിട്ട് ചോദിച്ചു, അങ്ങയെ ബുദ്ധിമുട്ടിക്കുന്ന ഈ അറബ് സമൂഹത്തെ ഈ മലയും ആ മലയും കൂട്ടുചേർത്ത് അടപ്പിച്ച് ഇവരങ്ങ് നശിപ്പിച്ച് കളയട്ടെ. മനസ്സിലായില്ല പറഞ്ഞു? നശിപ്പിച്ച് കളയട്ടെ ചോദിച്ചു. ആര്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് വേണ്ട. മനസ്സിലായില്ലേ? പ്രവാചകരുടെ ആ ഹുസ്നുൽ ഖുൽഖ് എത്രത്തോളം മഹത്തരത മനസ്സിലാക്കണം. അവിടെയാണ് സയ്യിദുൽ അംബിയ ആയത്. നാളെ ആഖിറത്തിൽ വെച്ച് നൂഹ് നബിയുടെ തന്നിട്ട് ശഫാഅത്തിന് വേണ്ടിയിട്ട് ജനങ്ങൾ ചോദിക്കും. അപ്പോൾ നൂഹ് നബി എന്ത് ചെയ്യും? അതിൽ നിന്ന് ഒഴിവ് പറയും. എന്നെക്കൊണ്ട് കഴിയില്ല, ഞാനൊരു പേടിയില്ലാന്ന് പറയും. പേടി എന്താ? കൗമിനെ 950 വർഷം ദഅവത്ത് എടുത്തിട്ട് ആരായിട്ടില്ല? വളരെ കുറഞ്ഞ 50 പേർ ആൾക്കാരെ എന്ത് ചെയ്തിട്ടുള്ളൂ? 50 ആൾക്കാരെ എന്ത് ചെയ്തിട്ടുള്ളൂ? മുസ്ലിം ആയിട്ടുള്ളൂ. അപ്പോൾ ദുആ ചെയ്തു, ഇവരിൽ നിന്ന് ആരും ഉണ്ടാവില്ല, മുസ്ലിം ആവില്ല, ഇവരെ അള്ളാഹ് പഠിച്ചവനെ നീ ഒന്ന് കൈകാര്യം ചെയ്യും എന്ന് പറയും. ആ ദുആയിൽ പിന്നെന്തായി? ഒരു ഹൗസായി. അങ്ങനെ ദുആ ചെയ്യാൻ പാടുണ്ടായി. മനസ്സിലായില്ലേ പറയാം? അപ്പോൾ അത്തരത്തിലുള്ള ഔസാഫുകളെല്ലാം ഏറ്റവും സമ്പൂർണമായ സമഗ്രമായ നിലയിൽ. മനസ്സിലായില്ലേ? സ്വന്തം ശരീരത്തിന് ഈ തിക്തമായ വിഷമങ്ങൾ നേരിടുമ്പോഴും മലക്ക് വന്ന് ചോദിക്കുമ്പോഴും എന്നൊരു വാക്ക് ആരിൽ നിന്നുണ്ടായിച്ചാൽ മതി? എന്നിൽ നിന്നുണ്ടായിച്ചാൽ. അപ്പോൾ അവിടെ തന്നെ എന്ത് ചെയ്യും? ഹലാക്കിറങ്ങും. മനസ്സിലായില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വേണ്ടാന്ന് പറയും. മനസ്സിലായില്ലേ? അതേസമയം ഒരു സമര രണാങ്കണത്തിൽ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ അസ്ർ നമസ്കാരം ചെയ്തു ഈ പറയപ്പെട്ട ശത്രു സമൂഹം നഷ്ടപ്പെടുത്തുകൾ, അതായത് കലായിലേക്ക് കൊണ്ടുപോകും. മനസ്സിലായില്ലേ? അങ്ങനെ കലായിലേക്ക് പോകുന്നു എന്നാണ് ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ പ്രവാചകരുടെ ആചാരം സ്വന്തം ശരീരത്തിന് പരിക്കും കേടും പറ്റി നിരവധി മാസങ്ങളോളം കാലങ്ങളോളം ഷഹബ് താലിബിലിട്ട് പട്ടിണിക്കിട്ട് കടുത്ത ഉപരോധം ഏർപ്പെടുത്തി. ഈ ശത്രുക്കൾ അപ്പോഴും അവർക്കെതിരെ ദ്വാരത്തില്ല. പക്ഷെ അസുർ നമസ്കാരം കലായിലേക്ക് പോകുന്ന ഘട്ടം ഒരു സന്ദർഭത്തിൽ വന്നപ്പം ചെയ്തു അവരുടെ ഖബറുകൾ എന്ത് ചെയ്യണേ? തീ കൊണ്ട് നീ നിറയ്ക്കണേ അല്ലോ എന്നെന്ത് ചെയ്തു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു. കാരണം അസുർ ആരുടെയാ? അത് എൻ്റെ അല്ല. മനസ്സിലായില്ല? അത് അല്ലാഹു തആലയുടെ ഓർഡറിൽപ്പെട്ട കാര്യമാണ് അസുർ നമസ്കരിക്കുക എന്നുള്ളത്. അപ്പോൾ ആ അസുർ നമസ്കാരം ചെയ്തു ഇവർ കേടുവരുത്തി. ആർക്ക് സഹിച്ചില്ല? പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സഹിച്ചില്ല. മനസ്സിലായില്ലേ? സ്വന്തം ശരീരത്തേക്കാൾ ദീനിൻ്റെ കാര്യത്തിലുള്ള ആ ഒരു പ്രാമുഖ്യം
മനസ്സിലാണ് പറയുന്നത്. നമ്മളൊക്കെ അതിൽ പാഠ ഉൾക്കൊള്ളണം. നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് ആ സ്വഭാവം തന്നെ സ്വീകരിച്ച് നമ്മൾ ജീവിച്ചു പോകും എല്ലാ കാര്യത്തിലും. നമ്മൾ മറ്റുള്ളവരുടെ കാര്യത്തിലെല്ലാം നമ്മൾ വളരെ ഉഷാറാണ്. പക്ഷെ നമ്മുടെ കാര്യത്തിൽ എന്താണ്? നമ്മുടെ കാര്യത്തിൽ അത് വേറൊരു രീതി, അത് പറ്റൂല. മനസ്സിലായില്ലേ? ആദ്യം നമ്മുടെ കാര്യം, മനസ്സിലായില്ലേ? പിന്നെ എന്ത് വേണം? മറ്റുള്ളവരുടെ കാര്യം. ഉഷിക്കും ഈയായ എന്നല്ല പറഞ്ഞ. പിന്നെ എന്താണ് ഞാൻ വസിയത്ത് ചെയ്യുന്നു, എന്നെ നെഫ്സിനോട് വസിയത്ത് ചെയ്യുന്നു, പിന്നെ നിങ്ങളോട് വസിയത്ത് ചെയ്യുന്നു. എന്തുകൊണ്ട്? തഖ്വ വസിയത്ത് ചെയ്യുന്നു. മനസ്സിലായില്ലേ? ബി നഫ്സി ഔവലൻ ബി തഖ്വല്ല. അപ്പം നെഫ്സിനോട് ഞാൻ എന്ത് ചെയ്യുന്നു? തഖ്വനെ കുറിച്ച് ചെയ്യുന്നു. വയ്യാക്ക് എന്ത് ചെയ്യുന്നു? നിങ്ങളെയും. മനസ്സിലായില്ലേ? അപ്പം തഖ്വ നമുക്കാണ് ആദ്യം വേണ്ടത്. അപ്പം ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടെ വച്ച് ഇങ്ങനെ 3 പ്രാവശ്യം അണച്ചു കൂട്ടിയതിലുള്ള സുന്നത്ത്. മനസ്സിലായില്ലേ? എന്നാൽ അതിന് റഹ്മത്തുള്ളാഹി തആല അലൈഹി പറയും കേട്ടോ.